വളരെ വളരെ സങ്കടം നൽകുന്നൊരു വാർത്തയാണ് മുന്നിലായിട്ട് നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ നെയ്മർ ജൂനിയർ ഫുട്ബോളിൽ നിന്നും വിരമിക്കുന്നു. വേൾഡ് കപ്പ് കളിക്കുക എന്നുള്ളത് നെയ്മറിന് എത്രത്തോളം ആഗ്രഹമുള്ള കാര്യമായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഒരു പരിക്കുകളെ അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്ന സമയത്തും അവസാനമായിട്ട് പറഞ്ഞ വാക്കുകൾ 2026 വേൾഡ് കപ്പ് തൻ്റെ അവസാന വേൾഡ് കപ്പ് ആയിരിക്കും, എൻ്റെ അവസാന ഇൻ്റർനാഷണൽ ടൂർണമെൻ്റ് ആയിരിക്കും. കളിക്കാൻ എൻ്റെ ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ എന്നെക്കൊണ്ട് കഴിയാവുന്നതെല്ലാം ഞാൻ ചെയ്യും. വേൾഡ് കപ്പ് ഫൈനലിൽ പോർച്ചുഗലുമായിട്ടുള്ള ഫൈനലാണ് എൻ്റെ സ്വപ്നമെന്ന്. ഫൈനലെത്തിയാൽ ബ്രസീലിന് വേണ്ടി ഒരു ഗോൾ നൽകാൻ എനിക്ക് സാധിക്കുമെന്ന് നെയ്മർ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമത്തിലിരിക്കുകയാണ് അദ്ദേഹം. വളരെ സങ്കടം നൽകുന്നൊരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. കേൾക്കുന്നതെല്ലാം സത്യമാകാതിരിക്കട്ടെ. ഘട്ടത്തിൽ ഇല്ല, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, നിർത്തുകയാണ്. ഒരുപാട് ഇഞ്ചുറികൾ നേരിട്ടു, പരിക്കുകൾ നേരിട്ടു. ഇതിന് സർജറി ചെയ്താലും അതുകൊണ്ട് ഗുണമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് പോലും തൻ്റെ പിതാവിനോട് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുണ്ട് എന്ന് നെയ്മറിൻ്റെ അച്ഛനും ഏജൻറ്റുമായി നെയ്മർ സീനിയർ ഇപ്പം വെളിപ്പെടുത്തുകയാണ്. ഓളം അനുഭവിച്ചിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട്. പരിക്കുകൾ അദ്ദേഹത്തെ അത്ര കലട്ടിയിട്ടുണ്ട്. എന്നിട്ട് പോലും പല രീതിയിലും തിരിച്ചു വന്ന് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുമുണ്ട്. അതിൽ നിന്ന് റിക്കവറായിട്ട് വരും, വീണ്ടും പരിക്ക് പറ്റി, അതിന് സർജറി വീണ്ടും ഇതെന്നെ തുടർന്നുകൊണ്ടേയിരിക്കണം, ആർക്കായാലും എടുക്കില്ല. അപ്പോൾ വീണ്ടും ട്രെയിനിങ്ങിലൊക്കെ പങ്കെടുക്കുന്നതായിട്ടുള്ള ന്യൂസുകളും കേൾക്കുന്നുണ്ട്. ഇത്രയ്ക്ക് ഫുട്ബോളിൽ നിലനിന്നൊരു വ്യക്തി ഈ 2026 വേൾഡ് കപ്പ് കൂടെ അദ്ദേഹത്തെ കളികളൊക്കെ കാണാൻ സാധിക്കട്ടെ. ഞാനാ മായാവി.